പോലീസ് ആയാലെന്നാ പെണ്ണല്ലേ? വെറും പെണ്ണല്ല, ഞാൻ പോലീസാണ്. പോയി അവിടെ പെരിയടാ. പോലീസിന്റെ ഇടി നിനക്ക് എന്റെ സ്വഭാവം അറിയത്തില്ല. അവിടെ പെരിയടാ, കണ്ണടക്കടാ. സൈറ്റ് അടിക്കാനല്ല പോയിരിടാ അവിടെ. SI സാർ ഒന്നും വരുമ്പോ ഉണ്ടല്ലോ. സാറേ, SI ജിംബർകുട്ടൻ. അതെനിക്കറിയാം സാർ എവിടെയാന്ന്. ഞാനിപ്പോ അങ്ങോട്ട് വരികയാണ്. എന്താ പ്രശ്നം? സാർ ഒന്ന് വേഗം വരാവോ? എന്തിനാണ്? ഒരു മിനിറ്റ്. എന്താണ് അവിടെ വിഷയം? ആ പീഡന പ്രതിയില്ലേ, ആ അവൻ എന്നെ എന്തൊക്കെയോ കാണിക്കുന്നു. എന്തൊക്കെയോ കാണിക്കുന്നു സാറേ, എനിക്ക് പേടിയാവുന്നെന്ന്. അപ്പൊ ബിന്ദു ഒരു കാര്യം ചെയ്യ്, ഒഴിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും സെല്ലിൽ കയറിയിരുന്നോ, അകത്തുനിന്ന് കുറ്റിയിട്ടോ. ഞാൻ അകത്ത് കയറി. അല്ല, അപ്പൊ ഇവന് ഓടിപ്പോവില്ലേ? അവൻ ഓടിപ്പോയാൽ ഞാൻ ഓടിച്ചിട്ട് പിടിച്ചോളാം. പക്ഷെ ബിന്ദുവിന്റെ മാനം പോയാൽ ഞാൻ എവിടെ ചെന്നിട്ട് പിടിക്കും? സാർ എന്നോട് വേഗം വാ, തമാശ പറയില്ലേ, ഇവിടെ മനുഷ്യന്റെ. ആ വെച്ചേരെ, ഞാൻ ഇതാ വന്നു. സാറേ, അല്ല പിന്നെ ആ സാറെന്ത് എന്നെ ഇട്ടിട്ട്? സാറെന്ത് എന്നെ ഇടിച്ചത്? അത് സാറ് വരുമ്പോ ഉള്ള ഇടി. അപ്പൊ നേരത്തെ ഒരു സാർ വന്ന് ഇടിച്ചതോ? ആ സാറ് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോ ഉള്ള ഇടി. ഇനി ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇടിക്കാൻ ബാക്കി? അയ്യോ, ഇതൊക്കെ ടെസ്റ്റ് അല്ലേ, അവിടെ പോയി റെസ്റ്റ് എടുക്കൂ. SI സാർ വരും, അത്യാവശ്യം നന്നായിട്ട് കിട്ടിക്കോളും കേട്ടോ. അവിടെ പോയിരിക്കേ. എന്റെ സാറേ, സാറിപ്പം വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഇവന് ഒറ്റയ്ക്കല്ലായിരുന്നു ഇവിടെ. ഓ, അതൊന്നും പേടിക്കണ്ട, അവൻ പേടിച്ചു പോകുള്ളൂ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല ബിന്ദുവേ, ഇന്നലെ ബിന്ദുവിനെ ആ സ്വപ്നം കണ്ടു മടുത്തു. എന്തായിരുന്നു? ടിവിക്കകത്ത് ഡാൻസ് കളിക്കുന്നു. ഡിഫോൾട്ട് ഡാൻസിൽ കിടന്ന് കുത്തി മറിയുവാ. എന്റെ ദൈവമേ, ഈ പോലീസ് ആയില്ലായിരുന്നെങ്കിൽ ഞാൻ വലിയൊരു ഡാൻസുകാരി ആവേണ്ടതായിരുന്നു. ഡാൻസ് അറിയാവോ? പിന്നെ നേഴ്സറിയിലൊക്കെ ഞാൻ എന്ത് നന്നായിട്ട് ഡാൻസ് കളിച്ചോണ്ടിരുന്ന. അയ്യോ, ഒന്ന് കളിക്കാൻ വന്നാ ഞാൻ ഒരു പാട്ടിടാം. അപ്പൊ സാറിന് എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ? അത് നീ കളിക്കൊന്ന് കാണട്ടെ. അല്ല, ഈ ഉടുപ്പിന്റെ ഒരു പരിമിതിയൊക്കെ കാണും കേട്ടോ. അസാരമില്ല, ധൈര്യമായിട്ട് കളിച്ചോ. ഞാൻ ഒരു മ്യൂസിക് ഇടാം. ചെരുപ്പൊക്കെ ഊരിയേക്കാം. കേട്ടോ, അങ്ങനെയാ പോ. അയ്യോ SI தாம் தரகட தீம் தரகட தோம் தரகட நம் தரகட தத்த தரகட தித்தி தரகட தோம் தோம் தரகட நம் நம் தரகட தா தி தோம் நம் சம் சம் தா தி தோம் நம் சம் சம் தக்கட திக்கட தோக்கிட நக்கிட தக தரகட தக தத்த தலாங் தோம் தத்த தலாங் தோம் தக தலாங் தோம் லக 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 லக. സാറേ, ഞാൻ ഒരു ലക്ക പറഞ്ഞതിന് സാറ് നിന്നെ 10,000 ലക്കയും കൊണ്ട് വന്നേക്കുന്നേ. ഞാനും ഒരു ലക്കേ പറഞ്ഞുള്ളൂ. ലക്ക പറഞ്ഞപ്പോൾ രേമ്പക്കം വന്നപ്പോൾ കൂട്ടത്തോടെ ലക്ക അടിച്ചതാ. പേടിപ്പിക്കുന്നു. ഇതിന്റെ ഒരു കറുത്ത പാട്. അതോ, ഞാനൊരു ഇടിയനാണെന്നാണല്ലോ പരക്കെയുള്ള ആക്ഷേപം. ഇപ്പൊ ഇടി കിട്ടിയവരൊക്കെ എന്നെ ഒരുപാട് പ്രാകുന്നുണ്ട്. അപ്പൊ ഈ പ്രാക്ക് എനിക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി അമ്മ ചുട്ടി കുത്തി വിട്ടതാണ്. കുത്തി കുത്തിവിടാൻ സാറിനല്ല, ചിക്കൻ ബോക്സ് സാറിന്. സാറേ, ഇത് കണ്ടോ? ആരാ ഇത്? ഓ, ഞാൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് വന്ന് നിൽക്കുന്നോടാ. ഇതെന്താണ്? കഞ്ചാവ് വിൽക്കാൻ ശ്രമിച്ചു. ഒരു സംസ്ഥാനം നീ വിൽക്കുവല്ലേടാ? ഒരു സംസ്ഥാനം നീ വിൽക്കുവല്ല. കുറച്ച് സമയം ഇവിടെ തന്നിരുന്നെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യം കൂടെ നീ വിറ്റല്ലോ. സാറ് എന്താ ഈ പറയണേ? ഇവനല്ലേ പഞ്ചാബ് വിറ്റത്? പഞ്ചാബ് അല്ല, കഞ്ചാവ്. പഞ്ചാബ്? ആ, ഓ, അറിയാത്ത പോലെ നമ്മളാ പാറയിരുന്നു കഴിഞ്ഞ ദിവസം വലിച്ചില്ലേ? അതോ, ഇവനെ കൊണ്ട് അകത്തിട്ട്. ആരും എന്നെ അകത്തിരണ്ട, ഇവിടെ വരെ വരാൻ അറിയാമെങ്കിൽ എനിക്ക് തന്നെ അറിയാം പോയിരിക്കാൻ. ഓഹോ, എന്തോ ഒരു പ്രതികളാണ്. ഭയങ്കര ഡീസന്റ് ആണ് അവനല്ലേ? ഓ, ഇന്നലെ കാണാറുന്നു ബിന്ദു. എന്താ? ഇന്നലെ അടിപൊളിയല്ലായിരുന്നു. ഇന്നലെ സാറിന്റെ വീട്ടിൽ ഞങ്ങൾ ചടങ്ങല്ലായിരുന്നു. ഭയങ്കര പാർട്ടിയായിരുന്നു. പറയരുത്, അത് പറയരുത്. സാറേ, പാർട്ടി ഉണ്ടായിട്ട് എന്നെ വിളിച്ചില്ലല്ലേ? ബിന്ദു കള്ളു കുടിക്കുവോ? ഇല്ല. അതാ വിളിക്കാൻ. സാറ് ഒരു ഫുള്ളങ്ങ് അടിച്ചിട്ടൊരു നാടൻ പാട്ടങ്ങ് പാടി. സാറ് പാടും. എന്നാ പിച്ചവിട്ടാർന്നറിയാവോ?
അടിപൊളിയായിരുന്നു കേട്ടോ സാറേ. നിങ്ങൾ എന്ത് പരിപാടിയോടെ കാണിച്ചത്? അതിനോ ഞാൻ ഇന്നലെ ഇത്തിരി ഫിറ്റായി പോയി. നാടൻ പാട്ട് കഴിഞ്ഞ് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഒറ്റ ഒരുത്തൻ അവിടെ ഇല്ല. പിന്നെ ഞാനൊരു ടാക്സി വിളിച്ചാണ് വീട്ടിൽ പോയത്. സാർ ടാക്സി വിളിച്ച് വീട്ടിൽ പോയെന്നോ? അതെ. സാറിന്റെ വീട്ടിലല്ലായിരുന്നോ പാർട്ടി? അതെ. സാർ പിന്നെ അങ്ങോട്ട് ടാക്സി വിളിച്ച് പോയത്? ശരിയാണല്ലോ, ഞാനത് അങ്ങോട്ടാണ് പോയത്. ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോ സ്റ്റേഷനിൽ ഉണ്ടെന്ന ഒരു അത് ബസ് സ്റ്റാൻഡിന്റെ കംഫർട്ട് സ്റ്റേഷനകത്തായിരുന്നു ഞാൻ അന്നേരം.